പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം, മൈക്രോസ്കോപ്പിന് അതിൻ്റെതായ രീതിയിലുള്ള വലിയ ചരിത്രമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് നടന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലൈറ്റ് മൈക്രോസ്കോപ്പിയിൽ നിന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ മൈക്രോസ്കോപ്പ് ആയിട്ടുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലെ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും അതേപോലെ തന്നെ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ ഇന്ന് കാണപ്പെടുന്ന നമ്മുടെ മുമ്പിലൊക്കെയുള്ള ഏതു കുട്ടികളുടെ മുമ്പിലും ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മൈക്രോസ്കോപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഒരു മൈക്രോസ്കോപ്പിലേക്ക് തന്നെ സയൻസ് എത്തുന്നതിന് ഒരുപാട് സമയമെടുത്തിട്ടുണ്ട്, ഒരുപാട് നൂറ്റാണ്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പം അതേസമയം നമ്മുടെ മുമ്പിൽ ഇന്ന് ഒരുപക്ഷെ ചില ലാബുകളിൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ടാവും, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്, സ്റ്റീരിയോ മൈക്രോസ്കോപ്പ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള വലിയ വികസനം സാധ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മൈക്രോസ്കോപ്പിയെ പഠിക്കുന്നത്. സോ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക് പെർസ്പെക്റ്റീവ് ഓഫ് മൈക്രോസ്കോപ്പി, or what are the important milestone behind the microscopic development? We are going to discuss about the most important historic perspective of microscopy. See, നമുക്കറിയാം പല രീതിയിലുള്ള മൈക്രോസ്കോപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ സയന്റിഫിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആൻഡർമാൻ ല്യൂവൻഹുക്കിന്റെ മൈക്രോസ്കോപ്പാണ്. ദെൻ ജെൻസന്റെ മൈക്രോസ്കോപ്പ് ഇതായിരുന്നു. ഹുക്ക് യൂസ് ചെയ്തിരുന്ന മൈക്രോസ്കോപ്പ് ഇതായിരുന്നു. ദെൻ പൗളി ലെലാൻഡിന്റെ മൈക്രോസ്കോപ്പ് ഇതായിരുന്നു 850. ഇത് 60 തൊട്ട് 850, ദെൻ 930 നമ്മുടെ ഒരു കാലഘട്ടമൊക്കെ വന്ന സമയത്ത് ഇപ്പോഴും സ്റ്റിൽ BSc ലാബിലൊക്കെയുള്ള മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. എന്നാൽ കുറച്ചുകൂടി ഡെവലപ്മെന്റ് മൈക്രോസ്കോപ്പിൽ സാധ്യമായ കാലഘട്ടം കൂടിയാണിത്. ആ തലത്തിൽ പലതരത്തിലുള്ള സ്റ്റീരിയോ മൈക്രോസ്കോപ്പുകൾ, അതേപോലെ ക്യാമറ അറ്റാച്ച്മെന്റ് ഉള്ള മൈക്രോസ്കോപ്പുകളൊക്കെ നമ്മളെ നാട്ടിൽ സുലഭമായിട്ട് ലഭ്യമാണ്. നമ്മളടക്കമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, this is actually the most important historic event that taking place during the era of microscopy. മൈക്രോസ്കോപ്പിക് ഇറായിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹിസ്റ്റോറിക്കലി പറയുമ്പോൾ ഇത്രയും വർഷങ്ങൾ നമ്മൾ വളരെ പ്രധാനമായിട്ടും ഓർക്കേണ്ടതുണ്ട്. എല്ലാ വർഷവും അതേപോലെ തന്നെ നൂറ്റാണ്ടിലൂടെ നമ്മൾ മൈക്രോസ്കോപ്പിയുടെ പ്രധാനപ്പെട്ട ഇവന്റുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും we have to see what are the important historic movements during the time of microscopic development. See, the most important thing is first one, the magnifying tube developed 13th. ഈ പറയുന്ന കാലഘട്ടത്തിലാണ്, പ്രധാനപ്പെട്ട 13ാം നൂറ്റാണ്ടിലാണ് ഒരു മാഗ്നിഫൈങ് ട്യൂബ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ മുമ്പെയുള്ള കാലഘട്ടം നമ്മൾ പറയും. എന്നിരുന്നാലും പോലും നമ്മൾ ഈ പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതിന്റെ മുമ്പേ we must have an information regarding the development of history or the most important developmental pattern of microscopy. Then Galileo Galilei made first microscope in 1609. 1609 ഗലീലിയോ ആദ്യമായിട്ടൊരു ടെലിസ്കോപ്പ് പോലെയുള്ള മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. Then in 1729 achromatic lenses were developed by Chester Murray Hall. Then Ernst of Lattice created a way to have different magnifying lenses on a microscope using moving turret. So this is the most important historic event during the century of 13th to 16th. ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില ഡെവലപ്മെന്റുകൾ ഹിസ്റ്റോറിക്കലി നമ്മൾ ഓർത്തു വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് നടന്നിട്ടുള്ളത്. Then during the year of 16th century or the century that is 16th century, Dutch lenses makers made devices with magnifying lenses. ഈ കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഡച്ചിലെ ഗ്ലാസ് മേക്കേഴ്സിന്റെ ചരിത്രം അവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ പറയുന്ന ജാൻസൺ. അതേപോലെ തന്നെ ജാൻസന്റെ ഫാദറും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുപാട് ഗ്ലാസ്സിലുള്ള എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ദാറ്റ് ഗ്ലാസ് എക്സ്പെരിമെന്റ്സ് were contributed much into the development of this particular microscopy. Then Horst Kohler 1893 credited for uniform illumination. വളരെ പ്രധാനപ്പെട്ട ഒരു ഇല്യൂമിനേഷൻ കൺസെപ്റ്റ് ആണ് എക്സാമിനൊക്കെ ചോദിക്കുന്ന കോഹ്ലർ ഇൻ ഇല്യൂമിനേഷൻ. That we will discuss. But that Kohler illumination is a contribution of the most important microscopic scientist called August Kohler. Then Ernst Abbe helped to design a microscope that helped Zeiss to create the first ultraviolet microscope. So another important thing is ultraviolet microscope develop ചെയ്തിട്ടുണ്ട്. ആ അൾട്രാവയലറ്റ് മൈക്രോസ്കോപ്പിന്റെ പിറകിലും വളരെ പ്രധാനപ്പെട്ട Zeiss എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൈക്രോസ്കോപ്പിസ്റ്റ് ആണ്. So this is the most important crispy information regarding the history of
historic perspective of microscopy. So from this onwards, we have to see different developmental pattern or different developmental stages of microscope that we will discuss in the coming classes. See, this is the most important traditional microscope that we are used. The people of that particular century were used this microscope. With the help of this particular microscope, the scientists were made different invention as far as their season or their time is concerned. അവരുടെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള കുറെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ സയന്റിസ്റ്റുകൾ പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത്. Then we can see the microscope. Simply we can say that microscope are highly useful scientific device that enable us to see some small images. വളരെ ചെറിയ ഒരു ഇമേജ് കാണാനുള്ള ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. Then the goal of being able to look at small objects clearly by making them appear larger. The most important objective of this particular microscopy is to being able to look a small object clearly by making them appear larger. ഒരു വലിയ ഇമേജ് ആയിട്ട് കാണാൻ കഴിയുന്ന തരത്തിൽ ഒരു ഇൻസ്ട്രുമെന്റ് സഹായിക്കുന്നു എന്നുള്ളതാണ് മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സ് ഓർ മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. See, these are some of the most important instruments or this is the most important type of instruments from the first centuries to at present conditions. You can see different microscope, that is Leeuwenhoek microscope, British microscope, that is 1865, then microscope over the ages, that is handheld microscope, then Winkler Zeiss dissection microscope, then Zeiss promote priming star Krita 2010 microscope. So this is the different type of microscope, that is the microscope over the ages. പല വയസ്സുള്ള പല കാലഘട്ടത്തിലൂടെയും ജീവിച്ചു പോയ മൈക്രോസ്കോപ്പുകളാണിത്. ഒരുപാട് കാലം 100 വർഷമൊക്കെ ചില സമയത്ത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ നോക്കൂ, നിങ്ങൾ ഡിസെക്ഷൻ മൈക്രോസ്കോപ്പ് ഏകദേശം നമ്മുടെ ഓരോരുത്തരുടെയും ക്ലാസ്സിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളിൽ യൂസ് ചെയ്തിരിക്കുന്ന മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് 100ഓളം വർഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൈക്രോസ്കോപ്പാണ്. ദർ ഇസ് നോ ഡെവലപ്മെന്റ് അറ്റ് ഓൾ. അങ്ങനെ ആ കാലഘട്ടത്തിലും ഇതേപോലെ തന്നെ ഒരു മൈക്രോസ്കോപ്പിന് ഒരുപാട് കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദർ ഇസ് നോ ഫർദർ ഡെവലപ്മെന്റ്, അത്ര മതിയായിരുന്നു. ബട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു മൈക്രോസ്കോപ്പിൽ നിന്നാണ് ഇങ്ങനെ ഒരു മൈക്രോസ്കോപ്പിലേക്ക് ഡെവലപ്മെന്റ് ഉണ്ടായത്. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സിഗ്നിഫിക്കൻസ് ഓഫ് മൈക്രോസ്കോപ്പിക് ഹിസ്റ്ററി. Then we have to discuss the understanding the phenomenon. എങ്ങനെയാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് സയന്റിസ്റ്റുകൾ എത്തിയിട്ടുണ്ടാവുക? 2000 years ago in the 2nd century BC, the phenomenon of light refraction was first mentioned by a man named Claudius Ptolemy, who observed that water shows the illusion of an object bending to certain degree. നമുക്കറിയാലോ, നമ്മളിപ്പോ ഒരു വെള്ളം ലൈറ്റിലോട്ട് വരികയാണെങ്കിൽ അവിടെ ബെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. നമ്മളിപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഇത് ആ കാലഘട്ടത്തിൽ 2000 years ago വളരെ പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റ്, that particular person is called Claudius Ptolemy. This particular person observed this process. This process is very important, that actually contributed for the development of microscopy. The beginning of the compound light microscopy can be traced not in Europe. ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ നടന്നത് യൂറോപ്പിൽ മാത്രമല്ല, ബട്ട് ഇൻ ചൈന, although most found studies come from Europe, hence the credit. അതുകൊണ്ട് പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ഒബ്സർവേഷൻസ് ഉണ്ടാക്കുകയും അതുവഴി പലതരത്തിലുള്ള ഡെവലപ്മെന്റ് ഓരോ രാജ്യത്തിലും മൈക്രോസ്കോപ്പിന്റെ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇനിവേ അവർക്കൊക്കെ അങ്ങനെയുള്ള ഒരു തോട്ട് പ്രൊവോക്ക് ചെയ്യിപ്പിച്ചത് ദിസ് ക്ലാഡിയസ് ടോൾമി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആണ്. Then around the late 900, that is 19th BC, there are, അതായത് 2ാം നൂറ്റാണ്ടിലേക്ക് എത്തിയ സമയത്ത്, 1ാം നൂറ്റാണ്ട് 2ാം നൂറ്റാണ്ടിലേക്ക് എത്തിയ സമയത്ത് we can say that there are already ancient Chinese texts that talked about the magnifying lenses report to have a much higher magnification level of microscopy. അപ്പൊ നമ്മൾ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഏകദേശം ഒരു മാഗ്നിഫിക്കേഷൻ, അതായത് കുറച്ചുകൂടി വലിയ രീതിയിൽ ഒബ്ജക്റ്റുകളെ കാണാൻ കഴിയുന്ന രീതിയിൽ പല ഗ്ലാസുകളും ഉണ്ടാക്കാൻ തുടങ്ങി. അത് പലപ്പോഴും മൈക്രോസ്കോപ്പിന്റെ വലിയ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്.
സി ഇത് ഇന്ന് കാണപ്പെടുന്ന ഈ ലെവലിലോട്ട് മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം മാഗ്നിഫിക്കേഷൻ ലെവൽ തന്നെയാണ്. സോ അറ്റ് പ്രസന്റ് മൈക്രോസ്കോപ്പ് ഓർ ദ പ്രസന്റ് മൈക്രോസ്കോപ്പ് is developed as much only because of the development of or the production of different type of magnifying glasses. So we have to discuss each and every historic perspective as in the case of examination point of view. Moreover, we have to think, we have to create the most important information based on the century, based on each and every century. ഓരോ കാലഘട്ടത്തിലൂടെയും നമുക്ക് മൈക്രോസ്കോപ്പിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് വായിച്ചുകൊണ്ട് പോകണം. എന്നിരുന്നാൽ മാത്രമേ മൈക്രോസ്കോപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നമുക്ക് ഒരു സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ആസ്പെക്റ്റിൽ മനസ്സിലാക്കാൻ കഴിയും. ബീയിങ് ദ സയൻസ് സ്റ്റുഡന്റ്, വി മസ്റ്റ് നോ അബൌട്ട് ഈച്ച് ആൻഡ് എവരി development that taking place during the century. So microscope are the optical instrument. The meaning of the microscope is little seer or seer of little things. മൈക്രോസ്കോപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത് little seer or the seer of little things. Microscope is used to produce magnified visual or photographic images of objects of very minute object. വളരെ മൈന്യൂട്ട് ആയിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഫോട്ടോഗ്രാഫി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. They not only provide magnified images of objects but also give increased resolution. മൈക്രോസ്കോപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പ് വളരെ വലിയ റെസൊല്യൂഷൻ നമുക്ക് സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. What is actually the resolution? Resolution is the ability to distinguish between two closely adjacent points of objects as separate entities rather than viewing them as a single unit. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊക്കെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നമ്മൾ പലപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് ഇത്ര റെസൊല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഫോട്ടോസിന് ഇത്ര ക്ലാരിറ്റി കിട്ടുന്ന മൈക്രോസ്കോപ്പ് ആണ്, അല്ലെങ്കിൽ ഫോണാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ദിസ് റെസൊല്യൂഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് that actually evolved during the time of microscopic development. മൈക്രോസ്കോപ്പിന്റെ ഡെവലപ്മെന്റിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച കൺസെപ്റ്റ് ആണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോലും സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ ഈസ് നത്തിങ് ബട്ട് it is the ability to distinguish between two closely adjacent points of objects as separate entities rather than viewing them as a single unit. So this is the crispy information about the microscope. So in the case of first century, the most important thing is the making of invention of glass, or the most important discovery, that is called invention of different type of glasses. ഈ ഗ്ലാസ് എങ്ങനെ ഉണ്ടായി, ആ ഉണ്ടാവാനുള്ള കാരണം അവർക്കുള്ളിൽ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു മാഗ്നിഫൈങ് വിഷ്വൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. സോ ബേസ്ഡ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ കൺസെപ്റ്റ് ദേ ഹാവ് ടു മേക്ക് ദ മൈക്രോസ്കോപ്പ്. നോക്കൂ നിങ്ങൾ, a long time ago around the 1st century, someone picked up a piece of crystal which was thicker in the middle, looked through it and discovered it made things look larger. അപ്പൊ അന്നത്തെ കാലത്തെ ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് വെച്ചാൽ ഒരു ഗ്ലാസിന്റെ ഉള്ളിലോട്ട് ഒന്നിനെ നോക്കുമ്പോൾ അത് കുറച്ച് വലുതായിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കുപ്പി ഗ്ലാസ് എടുത്തിട്ട് ചെറിയ കുട്ടികൾ ഇങ്ങനെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നോക്കാറുണ്ട്. ആ കാലഘട്ടത്തിൽ ഈ സയന്റിഫിക് ടെമ്പറുള്ള പല കുട്ടികളും ഈ രീതിയിൽ നോക്കുകയും അതിന്റെ ബേസിലാണ് യഥാർത്ഥത്തിൽ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ഈ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് we can see a piece of crystal was called a magnifying glass, and then later was called a lens because it was shaped like a lentil seed. ലെൻഡിൽ സീഡ്, ഇതാണ് നമ്മൾ ലെൻഡിൽ സീഡ്, പരിപ്പ് എന്ന് പറയുന്ന ലെൻഡിൽ. ഈ ലെൻഡിൽ സീഡിന്റെ ആകൃതിയിൽ ലെൻസുകൾ മുറിച്ചു വെച്ച്, ഇതാണ് ലെൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഉണ്ടാവുന്ന കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, മിറർ, ഇതൊക്കെ ആ രീതിയിൽ മുറിച്ചെടുത്തുകൊണ്ട് കുട്ടികൾ വലിയ ചിത്രങ്ങൾ കാണാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് ആദ്യ നൂറ്റാണ്ടിലെ, 1-ാം നൂറ്റാണ്ടിലെ മൈക്രോസ്കോപ്പിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ബേസ്ഡ് ഓൺ ദി ഇൻവെൻഷൻ ഓഫ് മൈക്രോസ്കോപ്പി. ആ കാലഘട്ടത്തിൽ ആൾക്കാർ കണ്ടിരിക്കുന്നത് someone picked up a piece of crystal glass which was thicker in the middle, looked through it and discovered it made things to larger. So this concept is actually promoted or motivated for the development of present day microscope. So this is the 1st century information regarding the development or history of microscope. Thank you.